18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഈ മാസം 24-ന് 24-25 തീയതികളിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യും. 26-ന് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ജൂലൈ 3 വരെയാണ് സമ്മേളനം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, എങ്ങനെയാണ് പാർലമെന്റ് സമ്മേളനത്തിന്റെ ഷെഡ്യൂൾ? വേണു, 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഈ മാസം 24-ന് ആരംഭിക്കും. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഈ മാസം 23 മുതൽ ജൂലൈ 3 വരെയാണ് സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. നിലവിൽ ആദ്യ 2 ദിവസങ്ങൾ 24-25 ദിവസങ്ങളിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങായിരിക്കും നടക്കുക. അതിനുശേഷം 26-ാം തീയതി ആയിരിക്കും ഈ സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കുക. പ്രോടേം സ്പീക്കറായി കൊടിക്കുന്നിൽ സുരേഷ് വന്നേക്കും എന്ന സൂചനകൾ ഉണ്ട്. ഇതിനുശേഷം 27-നാണ് രാജ്യസഭ സമ്മേളിക്കുന്നത്. 27-ന് തന്നെ രാഷ്ട്രപതി ഇരു സഭകളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ രാഷ്ട്രപതിയുടെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയായിരിക്കും നടക്കുക. ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണ കാലം കൂടിയായിരിക്കും ഈ ആദ്യ സമ്മേളനം എന്നുള്ളത്. നിലവിൽ തന്നെ സർക്കാരിനെതിരെ 2 ആരോപണങ്ങൾ, ഗുരുതര ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് ഈ കാലയളവ്, ഈ 18ാം ലോക്സഭ ശക്തമായ പ്രതിപക്ഷ ആക്രമണത്തിൻ്റെതായിരിക്കും എന്ന വ്യക്തമായ സൂചനകൾ നൽകി കഴിഞ്ഞു. ഓഹരിയുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നടത്തിയ പ്രസ്താവനകൾ, ഇക്കാര്യത്തിനെതിരെ രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചിരുന്നു. കൂടാതെ നീറ്റ് വിഷയം സഭയിൽ ഉന്നയിക്കും, വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാർത്ഥികളുടെ ശബ്ദമായി താൻ സഭയിൽ ഉണ്ടാകുമെന്ന് രാഹുൽ അറിയിച്ചിട്ടുണ്ട്. ഈ 2 വിഷയങ്ങളും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിൽ ഉണ്ടായ വിവാദങ്ങളും എല്ലാം തന്നെ പാർലമെന്റിലേക്ക് ചർച്ചയ്ക്കായി എത്തും എന്ന ഉറപ്പാണ്. പ്രതിപക്ഷം അത് ഉന്നയിക്കും. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, 2 കഴിഞ്ഞ സഭകളിലും ഉണ്ടായതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ഒരു പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ ഉണ്ടാകും എന്നു തന്നെയാണ് കോൺഗ്രസിന്. രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്നും വ്യക്തമായിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കടുത്ത വാദപ്രതിവാദങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങൾക്കും ഈ സമ്മേളനം, ആദ്യ സമ്മേളനം തന്നെ വേദിയാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. വേണു.